1986 അമേരിക്കൻ ഫോഴ്സസിൻ്റെ ലിബിയയിലെ അറ്റാക്കാണെങ്കിലും 2002 ഇറാഖിലെ അറ്റാക്കാണെങ്കിലും 2014 സിറിയയിലെ അറ്റാക്കാണെങ്കിലും ശരി, അമേരിക്ക എന്നെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ടോ അന്നെല്ലാം തന്നെ മിഡിൽ ഈസ്റ്റിൻ്റെ രൂപരേഖ മാറ്റാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരിലൊന്നും പെടാതെ അമേരിക്കയുടെ കയ്യിൽ നിന്നും എപ്പോഴും വഴുതിപ്പോകുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഇന്നും ഇറാൻ എന്ന കോട്ടയിൽ യാതൊരു വിധത്തിലുമുള്ള ക്രാക്കുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ചരിത്രം സാക്ഷിയാണ്. കഴിഞ്ഞ 600 വർഷങ്ങൾക്കിടയിലായി ഇറാന്റെ ബോർഡറിൽ ഒരിഞ്ച് പോലും മാറ്റം വന്നിട്ടില്ല. അതിപ്പോൾ ഇവരെ ആക്രമിക്കുന്നത് റോമൻസ് ആണെങ്കിലും ശരി, അറബ്സ് ആണെങ്കിലും ശരി, തുർക്സ് ആണെങ്കിലും ശരി, റഷ്യൻസ് ആണെങ്കിലും ശരി, ബ്രിട്ടീഷ് എംപയർ ആണെങ്കിലും ശരി, നൂറ്റാണ്ടുകളായി നീണ്ടു നിൽക്കുന്ന ആക്രമണങ്ങൾക്ക് ശേഷവും ഇറാന് യാതൊരുവിധ വ്യത്യാസവുമില്ല. എന്താണ് വാസ്തവത്തിൽ ഇറാനെ ഇത്ര വലിയ ആക്രമണങ്ങളിൽ നിന്നും രക്ഷിക്കുന്നത്? എത്ര വലിയ വൻശക്തിയാണെങ്കിൽ പോലും എന്തുകൊണ്ട് ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല? അറിയാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. ഇറാനെ പറ്റി മനസ്സിലാക്കാൻ ആദ്യമായി പ്രകൃതിദത്തമായി ഇറാന് ലഭിച്ച ആ ഒരു വരത്തെപ്പറ്റി നിങ്ങൾ അറിയേണ്ടത് വളരെ പ്രധാനമാണ്. ഒറ്റ വാക്കിൽ ഇറാൻ എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു കൊട്ടാരമാണെന്ന് പറയാം. മനുഷ്യനിർമ്മിതമല്ല, പ്രകൃതി നിർമ്മിതമായ ചുമരുകളാണ് വാസ്തവത്തിൽ ഇറാനെ ശത്രു രാജ്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നത്. 4 വശങ്ങളാലും മലകളാൽ മൂടപ്പെട്ട അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെട്ട ഒരു രാജ്യം. ഇറാനെ തെക്ക് വശത്തു നിന്ന് ആക്രമിക്കാൻ കഴിയില്ല. ഈ ഒരു പ്രദേശം സഗ്രോസ് മലനിരകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. പിന്നീട് തെക്ക് പടിഞ്ഞാറേക്ക് ഈ മലനിരകൾ എത്തിച്ചേരുമ്പോൾ ഇറാഖിലേക്ക് വളരെ വലിയ തോതിലുള്ള ചെരിവുണ്ടാകുന്നു. പിന്നീട് ഇതേ മലനിരകൾ വടക്ക് പടിഞ്ഞാറേക്ക് നീങ്ങുമ്പോൾ ടർക്കിയുമായി വളരെ കാഠിന്യമേറിയ ഒരു അതിർത്തി പങ്കിടൽ നമുക്ക് കാണാൻ സാധിക്കും. എവിടെയാണോ മലനിരകൾ അവസാനിക്കുന്നത് അവിടെ നമുക്ക് ചതുപ്പ് നിലങ്ങൾ കാണാൻ സാധിക്കും. പ്രധാനമായും എവിടെയാണോ ടൈഗ്രസ് ആൻഡ് യൂഫ്രട്ടിസ് നദികൾ ഒരുമിക്കുന്നത് അവിടെ. ഈ ചതുപ്പ് നിലങ്ങളും വാസ്തവത്തിൽ പ്രകൃതിദത്തമായി ശത്രുക്കളിൽ നിന്നും ഇറാനെ സംരക്ഷിച്ചു പോരുന്നു. ഇതുവരെ നാം പറഞ്ഞത് ഇറാഖും ടർക്കിയുമായി ഇറാൻ പങ്കിടുന്ന ബോർഡറിനെ പറ്റിയാണ്. ഇനി നേരെ ഇറാന്റെ വടക്ക് വശത്തേക്ക് പോകാം. ഇവിടെയും ഇറാന് സംരക്ഷണം ഏർപ്പെടുത്താൻ അൽബോർസ് മൗണ്ടൻ റേഞ്ചസ് ഉണ്ട്. ഇനി ഇറാന്റെ കിഴക്ക് ദിക്കിലേക്ക് യാത്ര ചെയ്താൽ അവിടെയും ചെറിയ ചെറിയ മലനിരകൾ ഇറാനെ റിബൺ പോലെ കെട്ടിക്കിടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇതേ മലനിരകൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായി ചേർന്ന് ഇറാൻ ഒരു അതിർത്തി നൽകുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഇറാൻ എന്ന ഈ ഒരു രാജ്യത്തെ ഈ മലനിരകളെല്ലാം ചേർന്ന് ഒരു കോട്ട പോലെ സംരക്ഷിക്കുകയാണ്. ഈ കോട്ടയുടെ തന്നെ അവസാന വാതിലായി പേർഷ്യൻ ഗൾഫിനെ നമുക്ക് കാണാൻ കഴിയും. പേർഷ്യൻ ഗൾഫ് വഴി ആക്രമണം നടത്താൻ ആലോചിച്ചിട്ടും കാര്യമില്ല. 250 കിലോമീറ്ററോളം വിസ്തൃതിയിൽ ഉള്ളിലേക്ക് വളരെ വലിയ തോതിലുള്ള മലനിരകൾ ഇറാനെ സംരക്ഷിക്കുന്നു. ഒരു പ്രദേശത്തെ ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കാൻ ആ ഒരു പ്രദേശത്തിന്റെ ഭൂപ്രകൃതി എത്രയധികം അനിവാര്യമാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. എങ്ങനെയാണോ ഭൂപ്രകൃതി അഫ്ഗാനിസ്ഥാനെ സോവിയറ്റ് യൂണിയനിൽ നിന്നും അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നും സംരക്ഷിച്ചത്, അതുപോലെ തന്നെയാണ് ഇറാനെ ഈ മലനിരകളും സംരക്ഷിച്ചു പോരുന്നത്. ഈ ഒരു കാരണം കൊണ്ടാണ് കഴിഞ്ഞ 600 വർഷമായി ഒരു ഇഞ്ച് പോലും ഇറാന്റെ ഭൂമി മാറാത്തത്. മറ്റു രാജ്യങ്ങൾക്ക് അത്ര പെട്ടെന്ന് ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയാത്തതും ഈ കാര്യം കൊണ്ടാണ്. അതിർത്തികൾ മാത്രമാണ് ഇറാന്റെ സുരക്ഷാ കവചമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അത് തെറ്റാണ്. ഇറാന്റെ ഉള്ളിൽ 2 പ്രധാന മരുഭൂമികളുണ്ട്, ദസ്തേ കവീർ ആൻഡ് ദസ്തേ ലോത്ത്. വളരെ വലിയ തോതിൽ വരൾച്ച നേരിടുന്ന ഭൂമി. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഇറാനിൽ അധിവസിക്കുന്ന ഏകദേശം 9 കോടിയിലധികം വരുന്ന ജനസംഖ്യ മലകളുടെ മുകളിലാണ് താമസിച്ചു പോരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പുറത്തുനിന്ന് വരുന്നൊരു സൈന്യത്തിനോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു വൻശക്തിക്കോ ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഇന്നും അലട്ടുന്ന ഒരു പൈശാചിക സ്വപ്നമായിരിക്കും ഇറാനെ കീഴ്പ്പെടുത്തുക എന്നത്. സപ്ലൈ ലൈൻസ് നഷ്ടമാവുക, നാരോ റൂട്ട്സ്, കൂടാതെ എക്സ്ട്രീം വെതർ. മനുഷ്യ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഇവിടെ അതിജീവിക്കാൻ സാധിക്കും? പുറത്തുനിന്ന് വരുന്ന ഒരു ശക്തിക്കും വളരെ എളുപ്പത്തിൽ ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇവിടെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെയാണോ മലനിരകൾ ഇറാനെ ഉള്ളിൽ നിന്നും സംരക്ഷിക്കുന്നത്, അതുപോലെ തന്നെ ഉള്ളിൽ നിന്നും ഈ മലനിരകൾ ഇറാനെ ബന്ധിക്കുകയും ചെയ്യുന്നു. എന്നെല്ലാം തങ്ങളുടെ രാജ്യത്തെ വിപുലമാക്കാൻ ഇറാൻ ശ്രമിച്ചിട്ടുണ്ടോ അന്നെല്ലാം ഇതേ മലനിരകൾ ഇറാനെ ബന്ധിച്ചിട്ടുണ്ട്. തങ്ങളുടെ ആധിപത്യത്തെ നിലനിർത്താൻ ഇറാൻ ഒരിക്കലും പ്രത്യക്ഷമായ യുദ്ധങ്ങൾ നടത്താറില്ല. മറിച്ച് തങ്ങളുടെ പ്രോക്സികളുടെ സഹായത്തോടെയാണ് ഇവർ യുദ്ധങ്ങൾ നടത്തുക. ലൈക്ക് ലെബനിലെ ഹെസ്ബുള്ളാസ്, യമനിലെ ഹൂതീസ്, ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ്, പാലസ്റ്റൈനിലെ ഹമാസ് അല്ലെങ്കിൽ ഇസ്ലാമിക് ജിഹാദ്. ഇതുവരെ നാം പറഞ്ഞത് പരിസ്ഥിതി എങ്ങനെ ഇറാനെ സംരക്ഷിച്ചു എന്നാണ്. ഇനി നമുക്ക് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിലേക്ക് പോകാം. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രദേശം എത്ര പ്രധാനപ്പെട്ടതാണെന്ന് ഇതിനോടകം നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാകും. ഇവിടെ ഒരു കാര്യം നിങ്ങൾക്കും കാണാൻ കഴിയുന്നുണ്ടാകും. പേർഷ്യൻ ഗൾഫിന്റെ വടക്ക് വശം തുടങ്ങി അവസാനിക്കുന്നിടം വരെ ഒറ്റയ്ക്ക് നിയന്ത്രിക്കുന്നത് ഇറാൻ മാത്രമാണ്. എന്നാൽ അതേസമയം നിങ്ങൾ താഴേക്ക് വന്നാൽ അവശേഷിക്കുന്ന ഭാഗം മുഴുവനായി നിയന്ത്രിക്കുന്നത് പ്രധാനമായും 7 രാജ്യങ്ങളാണ്. ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ, ബഹ്റിൻ, ഖത്തർ, UAE, അവസാനമായി ഒമാൻ. പേർഷ്യൻ ഗൾഫിന്റെ ഈ ഒരു കവാടത്തെ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് എന്നാണ് വിളിക്കുന്നത്. ഇതിന്റെ വടക്ക് വശത്തായി ഇറാന്റെ മാത്രം കോസ്റ്റൽ ലൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ തെക്ക് വശത്തേക്ക് വന്നാൽ ഒമാന്റെ ചെറിയ തോതിലുള്ള ഒരു നിയന്ത്രണവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് ഈ ഒരു വശത്ത് V ഷേപ്പാണ് കൊള്ളുന്നത്.
ഈ ഒരു 3 ആംഗിളും പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് ഇറാനാണ്. ഇതേസമയം ഒമാന്റെ പക്കലുള്ള താഴെ വശം നിങ്ങൾ പരിശോധിച്ചാൽ അത് പോയിന്റഡുമാണ്, കൂടാതെ മലകളാൽ പൂർണ്ണമായും ബന്ധിക്കപ്പെട്ടിട്ടുള്ളതുമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇക്കാരണങ്ങളാൽ തന്നെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന ഈ ഒരു പ്രദേശത്തെ നിയന്ത്രിക്കുക എന്നത് ഇറാന് വളരെ എളുപ്പമുള്ള കാര്യം കൂടിയാണ്. ഇന്ന് ഇറാന്റെ പക്ഷം കേൾക്കുകയാണെങ്കിൽ അവർ പറയുന്നത് ഒരു കാര്യം മാത്രമാണ്: ഏതെങ്കിലും രാജ്യത്തിന്റെ കപ്പലുകൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിന് മുന്നിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ ആ കപ്പലിനെ കത്തിച്ചു കളയും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മുഴുവൻ ലോകത്തിനെയും സമ്മർദ്ദത്തിലാക്കാൻ ഇറാന് സാധിക്കുന്നു. 20% ഓയിൽ ട്രേഡ്, കൂടാതെ ഖത്തറിലേക്ക് എത്തുന്ന 90% LNG. ഏറ്റവും പ്രധാനമായി ലോക സമ്പദ് വ്യവസ്ഥയുടെ ഏകദേശം 5% സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിനെ ആശ്രയിച്ചാണ് കിടക്കുന്നത്. 2026 ലോക സാമ്പത്തിക വ്യവസ്ഥ ഏകദേശം $120 ട്രില്യൺ ആയിരുന്നു. പിന്നീട് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് അടച്ചതിനെ തുടർന്ന് ഇതിൽ നിന്ന് $6000 ആണ് കുറഞ്ഞത്. മൂന്നാമതായി ഇറാൻ എന്ന ഈ ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ നേട്ടം ഇവരുടെ കോസ്റ്റൽ ലൈനാണ്. ഈ ഒരു രാജ്യത്തിന്റെ മുഴുവൻ വിസ്തൃതി പരിശോധിച്ചാൽ ഏകദേശം 8731 കിലോമീറ്ററാണ്. ഇവിടെ 2815 കിലോമീറ്റർ കോസ്റ്റൽ ലൈനാണ്. കാസ്പിയൻ സീയും പേർഷ്യൻ ഗൾഫോടും ചേർന്ന് കിടക്കുന്ന ഈ ഒരു കോസ്റ്റൽ ലൈൻ ഏകദേശം ഇറാൻ എന്ന ഈ ഒരു പ്രദേശത്തിന്റെ 32%. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, മറ്റു രാജ്യങ്ങളെ പോലുള്ള ഒരു കോസ്റ്റൽ ലൈൻ അല്ല ഇറാനുള്ളത്. മറ്റു രാജ്യങ്ങളെ പോലെ നിങ്ങൾക്ക് വളരെ നീണ്ടൊരു ഭൂമിയല്ല ഇവിടെ കാണാൻ കഴിയുക, മറിച്ച് മലനിരകളാണ്. പുറത്തുനിന്ന് ഡ്രോണുകളുടെ സഹായത്തോടെ എന്താണ് ഈ മലകളുടെ ഉള്ളിലെന്ന് നമുക്ക് കാണാൻ കഴിയുകയില്ല. ശത്രു രാജ്യങ്ങളിലെ സൈനികർ ഇറാനെ ആക്രമിക്കാനായി ഈ ഒരു ഭൂമിയിൽ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ മലകളുടെ ഇടയിൽ നിന്നും അവർ പ്രതീക്ഷിക്കാത്ത ആക്രമണങ്ങളായിരിക്കും അവർക്ക് നേരിടേണ്ടതായി വരിക. ജിയോഗ്രഫി, സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്, കൂടാതെ ഡിഫിക്കൽട്ട് കോസ്റ്റ് ലൈൻ, ഈ 3 ഘടകങ്ങളും ഇറാനെ വളരെയധികം സുരക്ഷിതമാക്കുന്നു. എന്നാൽ നാലാമതായി ഇറാനെ സുരക്ഷിതമാക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതാണ് ഇന്ന് ഇറാനിൽ ജീവിക്കുന്ന വ്യത്യസ്തങ്ങളാർന്ന ജനങ്ങൾ. ഇന്ന് നിങ്ങൾ ഇറാൻ നോക്കുകയാണെങ്കിൽ വ്യത്യസ്തങ്ങളാർന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നിങ്ങൾക്ക് ഇറാനിൽ കാണാൻ സാധിക്കും. ഇന്ത്യ എങ്ങനെയാണോ അതുപോലെ ഇങ്ങനെ വ്യത്യസ്തങ്ങളാർന്ന ജനവിഭാഗങ്ങൾ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ അവരെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നതാണ് സർക്കാരിൻ്റെ ആദ്യ ദൗത്യം. ഓരോ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും വരുന്നത് വ്യത്യസ്തങ്ങളാർന്ന അടിസ്ഥാനപരമായ വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളോടും കൂടിയാണ്. അങ്ങനെയുള്ളപ്പോൾ അവരുടെ മൂല്യങ്ങളെ സംരക്ഷിക്കാനായിരിക്കും അവർ ശ്രമിക്കുക. ഇറാനിൽ ജീവിക്കുന്ന ഈ ജനങ്ങളെ ഷിയ മുസ്ലിംസ് എന്ന പേരിൽ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ഉറപ്പായും ഇറാനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും വ്യത്യസ്തങ്ങളാർന്ന സമരങ്ങളും നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. അതിനുദാഹരണമായി പറഞ്ഞാൽ ഡിസംബർ 2025 തുടങ്ങിയ സമരങ്ങൾ ഇന്നും നീണ്ടു നിൽക്കുന്നു. ഏകദേശം 7000-ൽ പരം ആളുകളാണ് ഈ സമരങ്ങളിൽ ഇതുവരെ മരണപ്പെട്ടത്. 1979 ഇറാനിൽ നടന്ന ഇസ്ലാമിക് പ്രൊട്ടസ്റ്റിന് ശേഷം ഏറ്റവും വലിയൊരു പ്രൊട്ടസ്റ്റാണ് ഇപ്പോൾ ഇറാനിൽ നടക്കുന്നത്. ഈ കാര്യങ്ങളെയെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നതായിരുന്നു ഇറാൻ എന്ന രാജ്യത്തിൻ്റെ പ്രഥമ ദൗത്യം. നാം ഇപ്പോൾ പറഞ്ഞത് ഇറാൻ എന്ന ഈ ഒരു പ്രദേശത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ്. എന്നാൽ പുറത്തുനിന്ന് ഒരു ആധിപത്യം ഇറാനിൽ ഉണ്ടാവുകയാണെങ്കിൽ അവരാദ്യം നേരിടേണ്ടി വരിക പ്രകൃതിയെ തന്നെയാണ്. എന്നാൽ പ്രകൃതിക്ക് ശേഷമാണ് യഥാർത്ഥ വെല്ലുവിളി വരുന്നത്. ഇത്രയും അധികം വ്യത്യസ്തങ്ങളാർന്ന ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകണം. അല്ലാത്ത പക്ഷം രാജ്യത്തിൽ ആധിപത്യം സ്ഥാപിക്കുക അല്ലെങ്കിൽ ഒരു ഭരണവ്യവസ്ഥ നിർമ്മിക്കുക എന്നത് സ്വപ്നം മാത്രമായി അവശേഷിക്കും. ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ലോകം മുഴുവൻ ആധിപത്യം സ്ഥാപിച്ച ബ്രിട്ടീഷ് എംപയറിന് പോലും ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയാതിരുന്നത്. മറ്റു രാജ്യങ്ങൾ കോളനിയായപ്പോൾ ഇറാനെ കോളനിയാക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. ഇറാനെ യുദ്ധത്തിൽ തോൽപ്പിക്കണമെങ്കിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒരു കാര്യം അറിയാം: തങ്ങളുടെ സൈന്യത്തെ ഉറപ്പായും ഇറാനിലേക്ക് അയക്കണം. പക്ഷേ അവർ അവിടെ അതിജീവിക്കുമോ എന്നതാണ് ആദ്യ ചോദ്യം. പിന്നീട് അങ്ങനെ അതിജീവിച്ചാൽ തന്നെ ഈ ജനങ്ങളെല്ലാം എങ്ങനെ അവർ ഒരുമിച്ച് കൊണ്ടുപോകും? അങ്ങനെ കൊണ്ടുപോകാത്ത പക്ഷം വീണ്ടും ഇതൊരു തോൽവിയാവുകയില്ലേ? അവസാനമായി എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്താണ് ഇറാനെ വാസ്തവത്തിൽ ശക്തമാക്കുന്നത്? ഇതിനെപ്പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോയും മറ്റു വീഡിയോകളെ പോലെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓൾ എനേബിൾ ചെയ്യാനും മറക്കരുത്. പരമാവധി വീഡിയോ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും എന്നത്തെയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.